ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഇഫ്താർ സ്നാക്ക് എന്ന് പറയുന്നത് ഒരു പക്കോടയുടെ റെസിപ്പിയാണ് കേട്ടോ. ഓണിയൻ പക്കോടയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് ആർക്ക് എപ്പോഴും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ കിടിലവുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് സവോളയാണ്. ഞാനിവിടെ ഒരു 4 സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തതും ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും മല്ലിയിലയും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒരു 1/4 മുതൽ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതിൽ നിന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ടാവും. നമ്മൾ ഉള്ളിയല്ലേ, അപ്പോൾ ഉള്ളിയിൽ നിന്ന് വെള്ളം വരും. അതുവരെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് 1 കപ്പോളം കടലപ്പൊടിയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കടലമാവ്, പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി നമ്മളൊരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളവും ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കടലമാവും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതേപോലെയാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലൊരു പ്രത്യേക ഷേപ്പ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് അറിയാലോ, പക്കോട ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതിനുശേഷം നമുക്ക് ഓയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് നുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ ഈസി എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ് കേട്ടോ. കാര്യം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഉള്ളിവടയോ അല്ലെങ്കിൽ നമ്മൾ ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഷേപ്പ് വേണം അല്ലേ. എന്നാൽ ഈ ഒരു പക്കോട ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊരു ഷേപ്പിൻ്റെ ആവശ്യം തന്നെ ഇല്ല. നമുക്ക് ഇതേപോലെ ഏത് ചെറിയ കുട്ടികൾക്കും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് കേട്ടോ. ചെറുതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഏത് സ്നാക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം എന്തെങ്കിലും നമ്മളിത് തിരിച്ചു മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഉഗ്രൻ ടേസ്റ്റാണ്. നമ്മളിത് ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ടല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഉള്ളിവടയിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു പക്കോടയ്ക്ക് വരുന്നത്. കാരണം നമ്മളിതിൽ പ്രധാനമായിട്ട് ചേർക്കുന്നത് ഉള്ളിയും അതേപോലെ തന്നെ കടലമാവുമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങൾ നോമ്പ് തുറയ്ക്ക് പ്രത്യേകിച്ച് സ്നാക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് അത്രയ്ക്ക് ടൈം ഇല്ലെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എന്തായാലും ഈ സ്നാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചുണ്ടാക്കുമ്പോൾ തന്നെ ഒത്തിരി ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ 1 കപ്പ് കടലമാവിന് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കിത് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തോന്നിക്കും കേട്ടോ. കാരണം നല്ല ബൾക്കായിട്ടായിരിക്കും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വരുന്നത്. അപ്പം ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമ്മളിത് നല്ല കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ അതേപോലെ ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.